മാണിയെയും മകനെയും കാത്തിരിക്കുന്നത് യൂദാസിന്റെ അനുഭവമെന്ന് എം ഹസൻ പറഞ്ഞു. രാഷ്ട്രീയ കേരളം ഇവർക്ക് മാപ്പ് നൽകില്ലെന്നും യുഡിഎഫിന്റെ ഭാഗമായി നിന്ന് ജനപ്രതിനിധികളായവർ ഇനി ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർഹതയുണ്ടോ എന്നും ഹസൻ ചോദിച്ചു. വിവരങ്ങളുമായി അനൂപ് ചേർന്നുണ്ട്. അനൂപ്, ഈ വിഷയത്തിൽ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങളുമായി ഒക്കെ തന്നെയും പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇന്നിപ്പോൾ ഹസൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? സൗമ്യ, വയനാട്ടിലെത്തിയ എം ഹസൻ തന്റെ മുൻനിലപാട് ആവർത്തിക്കുക തന്നെയാണ് ചെയ്തത്. ഈ കാര്യത്തിൽ യുദാസിന്റെ അനുഭവം, രാഷ്ട്രീയ കേരളത്തിൽ യുദാസിന്റെ അനുഭവമായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ കെ എം മാണിക്കും മകനും സംഭവിച്ചേക്കുക. അത്തരം വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ് കെ എം മാണി. സബ്സ്ക്രൈബർ നിങ്ങളുടെ അനുപിലേക്ക് എത്താം. ഏതായാലും ഹസൻ ഇന്നും നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. കൂടുതൽ നേതാക്കൾ കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യുഡിഎഫിൽ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ കേരളം ഒരു വിധത്തിലും മാണിയെയും മകനെയും മാപ്പ് നൽകില്ല എന്നാണ് എം ഹസൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാണിയും മകനെയും കാത്തിരിക്കുന്നത് യുവദാസിന്റെ അനുഭവമാണ് എന്ന ഓർമ്മപ്പെടുത്തലും ഹസൻ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ വീക്ഷണം മുഖപത്രത്തിലൂടെ, അതിന്റെ മുഖ പ്രസംഗത്തിലൂടെ കോൺഗ്രസ് കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട് മാണിയുടെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും. അതിലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. നരകത്തിലേക്കുള്ള യാത്രയാണ് മാണിയുടേത് എന്ന സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പ്രസംഗവും വന്നിരുന്നത്. ഹസന്റെ വാക്കുകളുടെ വിവരങ്ങളുമായി അനൂപ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനൂപ്, സൗമ്യ, തന്റെ മുൻനിലപാട് ആവർത്തിക്കുക തന്നെയാണ് എം ഹസൻ ഇന്ന് വയനാട്ടിൽ വെച്ച് പറഞ്ഞതിലൂടെ പറയുകയും ചെയ്തത്. അതായത് യുദാസിന്റെ അനുഭവം കേരള രാഷ്ട്രീയത്തിൽ എം മണിയെയും മകനെയും കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ വഞ്ചനാപരമായ ഒരു നിലപാടാണ് കെ എം മാണി സ്വീകരിച്ചത്. ജോസ് കെ മാണിയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് കെ എം മാണി ചെയ്യുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളം ഇതിന് ഒരിക്കലും മാപ്പ് നൽകുന്നതല്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും, അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആത്മഹത്യാപരമായ തീരുമാനമാണ് കെ എം മാണിയുടേത്. ഏതായാലും ഇത് യുദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റുകൊടുത്തതുപോലെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കെ എം മാണിയുടെ പാർട്ടി ഇത്തരത്തിലൊരു വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചത്. ഏതായാലും ഇതിന് ഒടുവിൽ യുദാസിന് കൈവന്നതുപോലെയുള്ള അനുഭവം ഇവർക്ക് കെ എം മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ലഭിക്കും. അത്തരമൊരു രാഷ്ട്രീയ കേരളം ഇതിനൊരിക്കലും മാപ്പ് നൽകില്ലെന്നും എം ഹസൻ പറഞ്ഞു. അതേസമയം തന്നെ യുഡിഎഫിന്റെ ഭാഗമായി വിജയിച്ച ജനപ്രതിനിധികളായവർ ആ സ്ഥാനത്ത് ഇനിയും തുടരേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതിൽ രാഷ്ട്രീയമായ അധാർമികതയുണ്ട്. ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്ന 9-ന് യുഡിഎഫ് യോഗത്തിൽ എടുക്കുമെന്നും എം ഹസൻ വയനാട്ടിൽ പറഞ്ഞു. സൗമ്യ, അനൂപ് കെയറാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ കേരളം കെ എം മാണിക്കും മകനും മാപ്പ് നൽകില്ലെന്നും യുദാസിന്റെ അനുഭവമാണ് ഇവരെ കാത്തിരിക്കുന്നതെന്നും എം ഹസൻ പ്രതികരിച്ചു.